ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ചെക്ക് ചെയ്യണം, കിക്കർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ക്ലിയറായിട്ട് സെൽഫ് വർക്ക് ചെയ്യുന്നില്ല. അതൊരു കംപ്ലയിൻ്റാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയത് കേട്ടോ. വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും സെൽഫുമായി ബന്ധപ്പെട്ട്. പിന്നെ നമ്മളതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറലായിട്ടുള്ള സർവീസ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, പുതിയ ലൈൻഡറാണ് കേട്ടോ, ഒറിജിനൽ ലൈൻഡറാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ കിടക്കണം കേട്ടോ. ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ തീരെ ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഗിയറിൻ്റെ അകത്ത് തന്നെ ഓയിൽ നമ്മളൊന്ന് മാറ്റിയിടണം കേട്ടോ, പുതിയ ഓയിൽ ഒഴിക്കണം അതിനകത്ത്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ, നമുക്ക് മാറ്റേണ്ട ഒരു ടൈമാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരിക. എയർ ഫിൽറ്ററും ഈ വന്ന സ്പാർക്ക് പ്ലഗുമാണ് നമുക്ക് മാറ്റേണ്ടത്. അത് നമുക്ക് സെറ്റായിട്ടാണ് മാറ്റിക്കൊണ്ടത്. അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണത്, സബ് ഫിൽറ്റർ എന്ന് പറയും. അത് ഈ ഭാഗത്തായിട്ടാണ് തന്നെ. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം. കാരണം അത് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അത് സ്പോഞ്ച് മോഡൽ ഫിൽറ്ററാണ്. അത് നമുക്ക് മാറ്റി അതും കൂടി നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് നമ്മൾ അയച്ചാണ്. അപ്പോൾ ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിനകത്ത് ക്ലച്ചിൽ വരുന്ന ഈ ഒരു വീല് ഓൾറെഡി കംപ്ലയിൻറ്റ് ആരംഭമാണ്. ഈ വന്ന വേരിയേറ്റർ ബോഡി എന്ന് പറയും. ആ ഒരു ഐറ്റം ബോസ് ഡ്രൈവ് നമ്മൾ നല്ല പ്ലേ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര ഷെയ്ക്കിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമുക്കൊരു ചെറിയ സൗണ്ട് വ്യത്യാസമായിട്ടാണ് തുടങ്ങിയേക്കണേ. പക്ഷേ ഇത് മാറ്റാതെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇനിയിപ്പോൾ പെട്ടെന്നായിരിക്കും കംപ്ലയിൻറ്റ് വരാം. ഓൾറെഡി കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്യണ വരെ നമുക്ക് നോർമൽ തേമാനമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിനകത്തേക്ക് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പിന്നിൻ്റെ പ്ലേറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടേക്ക് കംപ്ലയിൻറ്റ്സ് പെട്ടെന്നായിരിക്കും ആവാം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ഇപ്പോൾ നമുക്ക് നിലവിൽ സൗണ്ട് വ്യത്യാസം കൊണ്ട് കാണിക്കണമെങ്കിൽ പോലും വലിയിലൊക്കെ വ്യത്യാസം വരും ഇത് കിടന്നിങ്ങനെ ഓടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൈയോടെ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അലുമിനിയം വീലും അതേപോലെ തന്നെ ഈ ബോസ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു യൂണിറ്റും മാറ്റിയാൽ മതി. റോളർ വീലുകൾക്കൊക്കെ ചെറിയ തേമാനമുണ്ട്, പക്ഷേ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്കൊന്നും ആയിട്ടില്ല. ഇനി കിടന്ന് ഓടി ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ റോളർ സെറ്റ് അടക്കം ഫുള്ള് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം നിലവിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഈ ഒരു വീലും ഈ ബോസ് ഡ്രൈവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണിച്ച് തുടങ്ങിയിരുന്നു. ക്ലച്ച് ഗ്രീസിങ് കൂടി ഉൾപ്പെടുത്തി ചെയ്ത് പോകുന്നുണ്ട്. വീലുകൾക്കൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. നിലവിൽ അയച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ഒറിജിനൽ ബെൽറ്റ് ഉണ്ടാകുമ്പോൾ കിടക്കണം കേട്ടോ, പുതിയ ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഫുട് റെസ്റ്റ്, ലേഡീസ് ഫുട് റെസ്റ്റിൻ്റെ ഒരു ബോൾട്ട് ഇതിൽ മിസ്സായിട്ടുണ്ടാകുന്നു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തേക്കാം. തന്നെയല്ല ചെറിയൊരു ലൂസ് ഉള്ളത് കൊണ്ടാണ് ചെറിയൊരു ഷെയ്ക്ക് ബാക്ക് സൈഡിൽ നിന്നൊക്കെ കാണിക്കുന്നുണ്ടാകും. അപ്പോൾ അത് നമുക്ക് ബോൾട്ട് പുതിയ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തേക്കാം. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ചോക്ക് കേബിളൊക്കെ ഫുൾ സ്റ്റക്കായിരിക്കുകയാണ്. കേബിൾ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും ഈ കേബിൾ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് ചോക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൾറെഡി സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിനൊരു പ്രോബ്ലമായിട്ട് വരും അത്. അപ്പോൾ ചോക്ക് കേബിളും മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. തന്നെയല്ല നമുക്ക് ഈ ചോക്ക് കേബിൾ ഇടയ്ക്ക് യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ പുതിയത് മാറ്റിയിടണേലും കഥയില്ല. അതിൻ്റെ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ് നിലവിൽ പറയാം. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും നിലവിലില്ല. എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമ്മളതിൻ്റെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നിലവിൽ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ നോക്കി നിലവിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ വീൽ അഴിച്ചിട്ടില്ല, കാരണം ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കും കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2023 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്, 5 ആമ്പിയർ ബാറ്ററി കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ലോഡ് ടെസ്റ്റ് നടത്തി നോക്കുന്നുണ്ട്. അപ്പോൾ 9.12 വരെ വന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യണതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല.
പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞല്ലോ, പ്ലഗും നമ്മൾ എയർ ഫിൽറ്ററും കൂടി സെറ്റായിട്ട് നമ്മൾ മാറ്റട്ടെ. അത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. അതിനകത്ത് മാറ്റാനായിട്ട് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻജിൻ ഓയിൽ മാറണം, പിന്നെ അതേപോലെ തന്നെ ആ ഓയിൽ ബോൾട്ടിൻ്റെ ഈ ഒരു വാഷും ഓറിങ്ങും സ്റ്റിക്കിൻ്റെ ഓറിങ് കൂടി നമ്മൾ കൂടുതൽ കൂടെ മാറ്റി പോകണം. പിന്നെ ഉള്ളത് നമുക്ക് ഈ എയർ ഫിൽറ്റർ, സബ് ഫിൽറ്റർ, അതേപോലെ പ്ലഗ്, അത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കിൻ്റെ സ്വിച്ചാണ് നമുക്ക് ആ സെൽഫിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ അത് ഒന്ന് മാറ്റിയിടുന്നുണ്ട്, അതിൻ്റെ എസ്റ്റിമേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലിവറോടെ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ അതുകൂടി ഉൾപ്പെടുത്തിയേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളതൊക്കെ മാറ്റുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് വരുന്ന ഈ ഒരു അലുമിനിയം വീല് മാറ്റുന്നുണ്ട്, ബോസ് ഡ്രൈവ്, ഇത്രയും ഐറ്റമാണ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതേപോലെ തന്നെ ഗിയർ ഓയിൽ കൂടി വരും കേട്ടോ അതിനകത്ത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ, കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.